ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ബാലേന്ദ്രൻ അലീനയെ എറണാകുളത്തേക്ക് വിടാൻ കൂട്ടാക്കുന്നില്ല. അലീന ദുഃഖിതയായിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഗ്രേസ്യമ്മയുടെയും മാമച്ചൻ്റെയും മുൻപിൽ വെച്ച് അലീന ഇന്ന് അവരുടെ കൂടെ പോകില്ലെന്ന് ബാലേന്ദ്രൻ പ്രഖ്യാപിക്കുന്നു. അവൾ തന്നെ വരാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന ഗ്രേസ്യമ്മയുടെ ചോദ്യത്തിന് താൻ അവളെ വിടുന്നില്ലെന്ന് ബാലേന്ദ്രൻ മറുപടി പറയുന്നു. അലീന ഇവിടെ നിൽക്കുന്നത് വീടിൻ്റെ സമാധാനം കെടുത്തുമെന്ന മാമച്ചൻ്റെ ചോദ്യത്തിന് ഇല്ല, ഇവൾ ഇവിടെ നിൽക്കുന്നതാണ് തനിക്ക് സമാധാനമെന്നും ഒരു ഹാർട്ട് പേഷ്യൻ്റായ തനിക്ക് കൂടുതൽ സമാധാനം ആവശ്യമെന്നും ബാലേന്ദ്രൻ മറുപടി നൽകുന്നു. അലീന ഇവിടെ നിൽക്കുന്നത് തനിക്ക് മനസ്സമാധാനക്കേടാണെന്ന് വൈജയന്തി പറയുമ്പോൾ അത് മീനച്ചിലാറ്റിൽ ഒഴുക്കിക്കളഞ്ഞാൽ മതിയെന്ന് ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നു. അലീനയോട് മിണ്ടാൻ നിൽക്കരുതെന്നും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തന്നോട് പറഞ്ഞാൽ മതിയെന്നും അദ്ദേഹം വൈജയന്തിക്ക് താക്കീത് നൽകുന്നു. അലീനയെ വിട്ടുകൊടുക്കുന്നതിന് പകരമായി ബാലേന്ദ്രൻ ഒരു നിബന്ധന വെച്ചു. അവർ അലീനയെ കൊണ്ടുപോവുകയാണെങ്കിൽ രേവതിക്കുട്ടിയെ ഇവിടെ നിർത്തിയിട്ട് പോകണമെന്ന് പറയുന്നു. എന്നാൽ രേവതിക്കുട്ടിയെ വിടില്ലെന്ന് ഗ്രേസ്യമ്മ പറയുന്നതോടുകൂടി അലീന പോകില്ലെന്ന തീരുമാനത്തിൽ ബാലേന്ദ്രൻ ഉറച്ചു നിൽക്കുന്നു. താൻ പോകാതിരുന്നത് ബാലേന്ദ്രൻ സാർ അനുവദിക്കാത്തത് കൊണ്ടാണ് എന്ന് അലീന ഗ്രേസ്യമ്മയോടും മാമച്ചനോടും പറയുന്നു. വിഷമത്തോടെ അവർ മടങ്ങുമ്പോൾ രേവതിക്കുട്ടിക്കും സങ്കടത്തിലാണ്. രക്ഷപ്പെട്ടു പോകാനുള്ള നല്ല അവസരം നശിപ്പിച്ചെന്നും ഇനി അവൾ അനുഭവിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുന്നു. ഇതിന് പിന്നാലെ വൈജയന്തിയുടെ ആങ്ങളമാരും ബന്ധുക്കളും 3-4 കാറിലായിട്ട് വീട്ടിലേക്ക് വരുന്നു. ഇത് കണ്ട് പേടിച്ച അലീന ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ഓടിപ്പോകുന്നു. താൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ടുണ്ടെന്നും ധൈര്യമായി റൂമിൽ ഇരുന്നോളാനും താഴേക്ക് ഇറങ്ങി വരേണ്ടെന്നും ബാലേന്ദ്രൻ അലീനയോട് പറയുന്നു. അവരെ നേരിടാനായി ബാലേന്ദ്രൻ താഴോട്ട് ഇറങ്ങി വരുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ തീരുകയാണ്. ബൈ.